മക്കളെ വളർത്തുന്ന ഓരോ മാതാപിതാക്കളും തീർച്ചയായും കേൾക്കേണ്ട ഒരു വാർത്തയാണിത്. വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അവനെ വളർത്തി വലുതാക്കിയ സ്വന്തം പിതാവ് തന്നെയാണ്. കുട്ടിക്കാലം മുതൽ താൻ അനുഭവിച്ച അതിശക്തമായ സമ്മർദ്ദങ്ങൾ വിവരിച്ചുകൊണ്ട് സ്വന്തം കൈപ്പടയിൽ എഴുതിയ 2 പേജുള്ള ഒരു കത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയ ശേഷമാണ് യുവാവ് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയത്. മകനെ നഷ്ടപ്പെട്ട ആ പിതാവാകട്ടെ ഒന്ന് സംസാരിക്കാൻ പോലും ആകാത്ത വിധം തകർന്നിരിക്കുകയാണിപ്പോൾ. ഒരുപക്ഷെ മകനോടുള്ള അമിത സ്നേഹമായിരിക്കാം ആ പിതാവിനെ ഇങ്ങനെയെല്ലാം ചെയ്യിപ്പിച്ചത്. പക്ഷേ എന്തു ബലം, ആ മകൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ. മരിക്കുന്നതിന് തൊട്ടുമുൻപ് യുവാവ് പങ്കുവച്ച കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ആരോടും ചോദിക്കാതെ ഫ്രിഡ്ജിൽ നിന്നും മാംഗോ ജ്യൂസ് എടുത്തപ്പോൾ എനിക്ക് വെറും 6 വയസ്സായിരുന്നു പ്രായം. അതിന്റെ പേരിൽ എന്നെ വസ്ത്രമഴിപ്പിച്ച് വീടിന് പുറത്താക്കി. മാതാപിതാക്കൾ മക്കളോട് കർക്കശമായി പെരുമാറണമെന്ന് എനിക്കറിയാം. പക്ഷേ അതവരെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിലാകരുത്. അതിൽ നിന്നെല്ലാം മോചിതനായി ജീവിക്കാനായി ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ എനിക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കാനായിരുന്നു ആഗ്രഹമെങ്കിലും പിതാവ് നിർബന്ധിച്ചെന്നെ കമ്പ്യൂട്ടർ സയൻസിന് ചേർത്തു. ഇത് തന്റെ പഠനത്തെ കാര്യമായി ബാധിച്ചുവെന്നും യുവാവ് പറയുന്നു. പിതാവ് തന്നെ പൊതുസ്ഥലത്ത് വെച്ച് അപമാനിക്കുകയും തന്റെ ദൈനംദിന ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും താൻ എപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നുവെന്നും അത് കടുത്ത സമ്മർദ്ദത്തിന് കാരണമായിരുന്നുവെന്നും യുവാവ് പറയുന്നു. ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോൾ വരും, ഫോണിൽ ആരോടാണ് സംസാരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും ചോദിക്കുമായിരുന്നു. എന്റെ ജീവിതത്തിലെ അനാവശ്യമായ ഇടപെടലുകൾ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. ഇനിയും ഇത് സഹിച്ച് ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ദിവസവും ശ്വാസം മുട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ദിവസം മരിക്കുന്നതാണ്. മറ്റു മാതാപിതാക്കളോടായി ഒരു വൈകാരികമായ അപേക്ഷയും പ്രിയാൻഷു കുറിപ്പിൽ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളെ അവർക്ക് താങ്ങാൻ കഴിയുന്ന അത്രയും മാത്രം പീഡിപ്പിക്കുക എന്നതായിരുന്നു അത്. കൂടാതെ തന്റെ ശരീരത്തിൽ തൊടാൻ പിതാവിനെ ഒരിക്കലും അനുവദിക്കരുത് എന്നും യുവാവ് കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് തന്റെ കുടുംബത്തെ ബാധിക്കാതിരിക്കാൻ അദ്ദേഹത്തിനെതിരെ യാതൊരു നടപടിയും എടുക്കരുത് എന്നും യുവാവ് പറയുന്നു. ഇതുപോലൊരു പിതാവിനെ ആർക്കു ലഭിക്കരുത്. ഞാൻ തോറ്റു, പപ്പ ജയിച്ചു, അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പ്രകാരം സംഭവത്തിന് തൊട്ടുമുൻപ് പ്രിയാൻഷു ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനുശേഷമാണ് കോടതി കെട്ടിടത്തിന്റെ 5ാം നിലയിൽ നിന്നും അദ്ദേഹം ചാടുന്നത്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. പ്രിയാൻഷു പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്നുവെന്നാണ് മറ്റ് അഭിഭാഷകരെല്ലാം പറയുന്നത്. മകന്റെ മരണത്തിൽ അഭിഭാഷകൻ കൂടിയായ പ്രിയാൻഷുവിന്റെ പിതാവ് കടുത്ത ആഘാതത്തിലാണെന്നും സംസാരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.